സ്റ്റൊമക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ചോദിച്ചാൽ കൂടാതിരിക്കാൻ വേണ്ടി അമ്മച്ചിക്കൊക്കെ ടെൻഷൻ വല്ലതും ഓർത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പം ഞാൻ പറഞ്ഞ കുറച്ച് ടൈം കൂടെ നോക്കിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം 3-4 കൂടി വരുന്നൊരു ഡൗട്ട് അടിച്ചു. ഓക്സിജൻ സിലിണ്ടർ, ചെറിയൊരു സിലിണ്ടർ ഉണ്ട്. അപ്പോൾ അത് വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ഓരോ പ്ലേസിലൊക്കെ പോകുന്നത്. അപ്പം അതുപോലെ തന്നെ ഓക്സിജൻ പോർട്ടബിളും ഉണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്ററും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പോർട്ടബിൾ ട്രാവലിങ്സ്, ചെറിയ ചെറിയ യാത്രകൾ, തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകാനും, ഓക്സിജൻ കോൺസെൻട്രേറ്റർ എവിടെയെങ്കിലും ഏതെങ്കിലും വീടുകളിൽ നമ്മൾ ഇറങ്ങേണ്ട സാഹചര്യം വരുമ്പോൾ യൂസ്. അപ്പോൾ വാപ്പാടെ വണ്ടിയിലിരുന്നാണ് പോകുന്നത്. കൊച്ചിലോട്ടുള്ളൊരു ശീലമാണ്. അങ്ങനെ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ വാപ്പാടെ വണ്ടിയിൽ കെയർഫുൾനെസ്സാണ് കൂടുതലായിട്ടും തോന്നുന്നത്. അപ്പം അതുപോലെ തന്നെ ഞങ്ങളങ്ങനെ പാലം MarSleeva മെഡിസിറ്റിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കോസ്മോയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ലോങ് ട്രാവലിങ്സ് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പാലം MarSleevaയിലോട്ട് ചേഞ്ച് ചെയ്തു. അവിടെ ചെന്നതിന് ശേഷം അവർ പെട്ടെന്ന് തന്നെ ഹെൽത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് ഒരാളെ മാത്രം നിർത്തുള്ളായിരുന്നു. വാപ്പ മാത്രമാണ് കയറി വന്നത്. അതിനുശേഷം പിന്നെ ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന കോസ്മോ ഇതായിരുന്നു. അപ്പോൾ എനിക്ക് ദൂരെ കൂടുതലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ MarSleevaയിലേക്ക് മാറിയതാണ്. അപ്പോൾ ഇനി മുന്നേ എനിക്ക് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് MarSleevaയിലാണ് കാണിച്ചത്. എൻ്റെ റൂം 5th ഫ്ലോറിലായിരുന്നു. അപ്പം വെളിയിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു പച്ചപ്പായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ നല്ലൊരു അന്തരീക്ഷവും ഒക്കെ ആയിട്ട് തോന്നും. അപ്പം എനിക്ക് നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു തോന്നിയിരുന്നത്. MarSleevയുടെ തന്നെ സ്പെഷ്യൽ യൂട്യൂബ് ചാനൽ അവർക്കുണ്ട്. അപ്പം അവർ സ്പെഷ്യലായിട്ട് ഉള്ള പേഷ്യൻസിനെ അവർ സെലക്ട് ചെയ്തിട്ട് ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. അപ്പം എൻ്റെയും അങ്ങനെയൊരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെയൊരു ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് സാധിച്ചു. നല്ല
നല്ലൊരു കെയറാണ് കിട്ടിയത്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു പ്ലേസിലൊന്നും നല്ലൊരു ഹോസ്പിറ്റലില്ലായിരുന്നു. അപ്പം ഇങ്ങനെയൊരു ഹോസ്പിറ്റൽ ഇവിടെ പാലായിൽ വന്നത് ഞങ്ങൾക്കൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഓക്സിജൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ദൂരെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന ട്രിവാൻഡ്രം പോസ്റ്റ്മോയിലായിരുന്നു. അപ്പം അത്രയും ദൂരം പോകാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഇങ്ങനെയൊരു ഹോസ്പിറ്റൽ വന്ന് ഇത്രയും ഫെസിലിറ്റീസ് കൂടി ഹോസ്പിറ്റൽ വന്നപ്പം എനിക്ക് ഇവിടെ ഓടി വരാനും അതുപോലെ ഇവരുടെ നല്ലൊരു സഹകരണം തന്നെയാണ് കിട്ടുന്നത്. ഈ കൊറോണ സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് വരല് ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്കും മാഡത്തിന് ഏത് സമയത്ത് വിളിച്ചാലും മാഡം ഉടൻ തന്നെ മെഡിസിൻ പറയും. അത് നമ്മൾ വീട്ടിൽ വെച്ചാൽ നമുക്ക് കഴിച്ചാൽ മതിയല്ല, വീട്ടിൽ നിന്ന് നമുക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഞാൻ ഹോസ്പിറ്റലിൽ വരാറുള്ളൂ. അപ്പം എല്ലാവരോടും ഒരുപാട് അധികം താങ്ക്സ് ഉണ്ട്. അപ്പം ഇനിയും നല്ല നല്ല ഫെസിലിറ്റീസും ഡോക്ടേഴ്സും ഇവിടെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞങ്ങൾ തിരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് വന്നു. അപ്പം എനിക്ക് കൂടുതലും പാല മെയിൻ റോഡ് വഴി പോകുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം അതുവഴി പോകുമ്പോഴത്തേക്കിനും ഞാൻ സിവിൽ സർവീസ് പഠിച്ച കോളേജൊക്കെ കാണാം, ഓർമ്മകളൊക്കെ പുതുക്കാം. അപ്പം എനിക്കത് അതുവഴി ഏറ്റവും ഇഷ്ടം. ഞാൻ അവിടെയായിരുന്നു കോച്ചിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ മരമെല്ലാം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം തിരിച്ചു വന്ന സമയത്ത് അതെല്ലാം മാറ്റിയിട്ടുണ്ട്, കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഡിസ്ചാർജായി വന്ന പിറ്റേ ദിവസം നല്ല മഴയായിരുന്നു. അതുപോലെ തന്നെ പല ഭാഗത്തും നല്ലപോലെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടിലും നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പാലം അടുത്ത് പാലത്തോട് ചേർന്ന് തന്നെ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോഡിലോട്ടൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വണ്ടികൾക്കൊക്കെ പോകാനും യാത്രകളൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈ സമയത്തും പാലയിലൊക്കെ നല്ല വെള്ളമായിരുന്നു. അപ്പം ഒരു ദിവസം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ഡിസ്ചാർജ് ആകാൻ പറ്റാതെ 2 ദിവസം അവിടെ അഡ്മിറ്റ് ആകേണ്ടി വന്നേനെ. ഞങ്ങളുടെ അവിടെ ഓരങ്കക്കടവ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബ്രിഡ്ജാണ്. അപ്പോൾ അതും അതിൻ്റെ ആ ബ്രിഡ്ജ് മുകളിലായിട്ട് നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ബ്രിഡ്ജ് കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു.
ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. സ്റ്റമക്ക് പെയിനൊക്കെ മാറി. എപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുള്ള ആളാണ്. മിക്കവാറും ഹോസ്പിറ്റലൈസ്ഡ് ആകാറുണ്ട്. അപ്പം എപ്പോഴും ഹോസ്പിറ്റലിലാണെന്ന് ഓർത്തൊരിക്കലും ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഡിപ്രഷനിലോട്ട് പോകുമോ, ഞാൻ ഹോസ്പിറ്റലിലാണല്ലോ എപ്പോഴും എന്നോർത്ത് ഒരിക്കലും സങ്കടപ്പെട്ടിട്ടോ അങ്ങനെ ഒന്നും ഒരിക്കലും ഇല്ല. എപ്പോഴും നമ്മളൊരു നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള അസുഖങ്ങൾ തന്നെ വിട്ടുപോകുകയുള്ളൂ. അപ്പം ഒരിക്കലും തളരാനേ പാടില്ല. നമുക്ക് നമ്മുടെ ലൈഫിൽ ക്രൈസിസ് സിറ്റുവേഷൻസും സ്ട്രഗിൾനെസ്സും ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ അതിനെയൊക്കെ പോസിറ്റീവ് മൈൻഡിലെടുത്ത് അതിജീവിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അസുഖമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിലോട്ടും തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഒരു ഫ്രഷായിട്ട് മാറും. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു മറ്റൊരു വ്ളോഗ് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ.